ജനങ്ങൾ പഴയ പോലെ മണ്ടന്മാരൊന്നുമല്ല. നല്ലൊരു അച്ഛനാണ് പുള്ളി. എനിക്ക് അതുപോലത്തെ ഒരു അച്ഛനെ കിട്ടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാം ശരിയാകുന്ന പറഞ്ഞാൽ എന്താ ശരിയായി? ഒന്നും ശരിയായിട്ടില്ല. അതിലെല്ലാം തർക്കമില്ലാത്ത കാര്യമില്ലേ? രാജീവ് പണ്ടേ പോകണ്ടപ്പോൾ അയാൾ ഫസ്റ്റ് MP അല്ലേ, കുറച്ച് പാർലമെന്റ് എക്സ്പീരിയൻസ് ഒക്കെ വരട്ടെ, എന്നിട്ട് ക്യാബിനറ്റിലേക്കൊക്കെ ഇരുന്നാൽ മതി. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്. എന്താണ് പറയാനുള്ളത്? രാജിവെക്കോ? രാജിവെക്കാൻ സാധ്യതയുണ്ട്. രാജിവെക്കണമെന്ന് പുള്ളി കാണിച്ചതൊക്കെ ഭയങ്കര കുടുംബം മാത്രം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണല്ലേ, ബാക്കി ജനങ്ങളിലേക്ക് ശ്രദ്ധിക്കാത്തതുകൊണ്ട് അങ്ങനെ ഉണ്ട് സാധ്യത. ജനങ്ങൾ ഇപ്രാവശ്യം വോട്ടിലൂടെ അവരുടെ വെറുപ്പൊക്കെ ആണ് പ്രകടിപ്പിച്ചതെന്ന് പറയാൻ പറ്റും. അതെ 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 ആണ്. അതുകൊണ്ടാണ് LDFന് ഇപ്രാവശ്യം ഒരു സീറ്റ് മാത്രമായിട്ട് ചുരുങ്ങിയത്. ആലപ്പുഴ പോലും LDFന്റെ ഒരു കോട്ടയായിരുന്നു, അതും പോയിരിക്കുകയാണ്. അതിനൊക്കെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ജനങ്ങൾ പഴയ പോലെ മണ്ടന്മാരൊന്നുമല്ല. ആൾക്കാർക്ക് അതിൻ്റെതായ ഇത് കാണുമ്പോഴത്തേക്ക് അതിനെ പ്രതികരിച്ച് തുടങ്ങി എന്ന് പറയാം. മുഖ്യമന്ത്രി രാജിവെക്കുന്നു തോന്നുന്നുണ്ടോ? രാജിവെച്ചെന്ന് പറഞ്ഞാൽ ഇനി 2.5 കൊല്ലം അടുത്ത ആളെ ഏൽപ്പിക്കാന്നുള്ള പരിപാടി അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. വെക്കുമോ എന്ന് വെച്ചാൽ അടുത്ത വേറെ ആളെങ്കിലും കയറി ബാക്കി സമയമുണ്ടല്ലോ തീരാൻ വേണ്ടിയിട്ട്. പെൻഷൻകാരെയൊക്കെ വെറുപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സത്യമാണോ? അതെ അതെ അതെ. വെറുപ്പം എന്ന് പറഞ്ഞാൽ ഇത്ര 7 മാസം കഴിഞ്ഞിപ്പോൾ പെൻഷൻ കൊടുത്തിട്ട് ഇലക്ഷൻ സമയം അടുക്കുമ്പോൾ തന്നതല്ലേ? 3 മാസത്തെ പെൻഷൻ കിട്ടിയതാണല്ലോ. എവിടെ? ആര് പറഞ്ഞു? കിട്ടിയതാണ്. ആർക്ക്? എൻ്റെ അമ്മയ്ക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 1 മാസം കിട്ടിയുള്ളൂ. പിന്നെ 3 മാസം എങ്ങനെ കിട്ടിയെന്ന് നിർത്തലാക്കി. പിന്നെ പിന്നെ ഇപ്പൊ 7 മാസം ഉണ്ട് ഇപ്പൊ മുടങ്ങി കിടക്കുന്നത്. ഇതുവരെ 7 മാസത്തെ കിട്ടിയിട്ടൊന്നുമില്ല. സർക്കാർ ജീവനക്കാർക്ക് പോലും ശമ്പളം കിട്ടാത്ത ഒരു അവസ്ഥയായി. പുള്ളിയുടെ കണക്കുകളൊക്കെ തെറ്റിപ്പോയി. പോളിംഗ് റൊട്ടേഷനൊക്കെ ബ്ലോക്കായി. ക്ലബ് ഹൗസ് ഒക്കെ പുതുക്കി പണിയൊന്നു അത് നടത്തണല്ലോ, അത് അവരുടേതായ കോട്ടയല്ല, അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്യണമല്ലോ. മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ ഫുള്ള് അവർക്ക് അവരുടേതായ സേഫ്റ്റിയൊക്കെ നോക്കണ്ടേ. എല്ലാവരും ഗൺമാനൊക്കെ ഇരുത്തി പുള്ളി പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. ഓടിക്കാൻ പിന്നെ അവരവരുടെ സേഫ്റ്റി നോക്കണ്ടേ. അതുകൊണ്ടാണ്. അപ്പൊ ജനങ്ങളുടെ സേഫ്റ്റി അവരുടെ ഉത്തരവാദിത്തം. ജനങ്ങൾ എങ്ങാണെങ്കിലും കൂടി പോകുന്നു. ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ ഇവിടെ ഇല്ലെങ്കിൽ കാനഡ ഒക്കെ എവിടെയെങ്കിലും പോയി നിങ്ങൾ ജീവിച്ചു എന്ന് പറഞ്ഞില്ലേ. ഇവിടെ ആയിരിക്കും തൊഴിലുണ്ട്. ഇവിടെ കൺസ്ട്രക്ഷൻ ഫീൽഡ് കംപ്ലീറ്റ് തകർന്നു. ഞാനൊരു ഇന്ത്യയുടെ ഡെക്കറേറ്ററാണ്. അത് കംപ്ലീറ്റ് തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, നിങ്ങൾ ഇവിടെ അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് കിട്ടണെടുത്തിട്ട് പോയിക്കുമെന്ന് പറയണം. ഇവിടെ കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല. അങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത്? ആ രീതിയായി പൊളിറ്റിക്കൽ അങ്ങനെ മാറിപ്പോയി. അത് പറഞ്ഞിട്ട് കാര്യമൊന്നും. ഇതിനൊക്കെ തിരുത്താനല്ലേ മുഖ്യമന്ത്രി നോക്കേണ്ടത്? നോക്കണ്ട. അവരുടെ കുടുംബം നല്ലൊരു അച്ഛനാണ് പുള്ളി. എനിക്ക് അതുപോലത്തെ ഒരു അച്ഛനെ കിട്ടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നല്ലൊരു അച്ഛനാണ്. നമ്മുടെ അച്ഛനൊന്നും അതുപോലൊന്നും ആയിരുന്നില്ല. നമുക്ക് വേണ്ടി സ്വന്തമായിട്ട് കമ്പനിയൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. നല്ലൊരു അച്ഛൻ പദവി പുള്ളി ഉണ്ടാക്കി, നല്ല സേഫ്റ്റിയൊക്കെ ഉണ്ടാക്കി. പുള്ളിയുടേതായ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രി കാരണം CPM എന്ന ആ ഒരു പാർട്ടി തന്നെ ഇല്ലാണ്ടായി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ചുറ്റിനും എനിക്ക് കുറേ ആളുകളും ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്ന കുറേ ആളുകൾ, അവർക്ക് ഇപ്പോൾ 50,000 സാലറി കൊടുക്കുന്ന സ്ഥാനത്ത് 1 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ അവരെല്ലാം എൻ്റെ കൂടെ നിൽക്കും. പിന്നെ പുറത്തുനിന്ന് വന്ന ആൾക്കാരൊക്കെ ബ്ലോക്ക് ചെയ്യാൻ അവരെ വേണ്ടേ. അപ്പോൾ അതിനുള്ള ഗെയിം ആയിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ CPMന്റെ അണികൾ തന്നെ മാറി ചിന്തിക്കാൻ തുടങ്ങി. മുഖ്യമന്ത്രിക്ക് എതിരെയാണ് നിൽക്കുന്നത്. അതെ അതെ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നത് ഇവർക്ക് കിട്ടുന്നില്ലെങ്കിൽ, ഇപ്പോൾ ജനങ്ങളിലേക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ബ്ലോക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് നോക്കുമല്ലോ. കാരണം നല്ലൊരു എമൗണ്ട് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അത് തിരിയും ഓട്ടോമാറ്റിക്കായിട്ട്. അത് ഒരു സ്വാഭാവികമാണത്. ഇപ്പോൾ തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി എന്നാണ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നത് ജനങ്ങളോട്. അങ്ങനെയാണ് പ്രചാരണം പോലും നടത്തിയത്. പക്ഷെ ഇപ്പോൾ സഹമന്ത്രി ആക്കിയിരിക്കുകയാണ്. സുരേഷ് ഗോപിക്ക് ആ ഒരു കേന്ദ്രമന്ത്രി എന്ന പദവി വഹിക്കാൻ പറ്റില്ല എന്നതുകൊണ്ടായിരിക്കുമോ അതോ വേറെ വല്ലതും കാരണമായിരിക്കും? പുള്ളി നല്ലൊരു മനുഷ്യൻ. പുള്ളിനെ എനിക്ക് അറിയാം. ഞാൻ സിനിമ ഫീൽഡാണ്. പുള്ളിയുടെ അടുത്ത് നമുക്ക് ഏകദേശം അറിയാം. പുള്ളിയുടെ നല്ലൊരു വ്യക്തിയുടെ ഉടമയാണ്, എല്ലാമാണ്. പക്ഷെ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇതാകുമ്പോഴത്തേക്കും അവിടെ കൊടുക്കാനൊരു ഗ്യാപ്പ് വേണ്ടേ. ഉള്ള ഗ്യാപ്പല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, ഇല്ലാത്ത ഗ്യാപ്പ് കൊടുക്കാൻ പറ്റുമോ? പക്ഷെ വാഗ്ദാനം ചെയ്തത് അത് പറഞ്ഞില്ല. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ ഒരു ഓഫീസിലൊരു ജോലി പറയുന്ന ഒരാൾ റെഫർ ചെയ്ത് കിട്ടുന്നു.
അവിടെ ആ സീറ്റില്ല, അപ്പോൾ നിങ്ങൾ വേറെ സീറ്റായിട്ട് അടുപ്പിച്ചിട്ട് നിങ്ങൾ അടുത്തിരുന്നു എന്ന് പറയും. അത് ഇതിനകത്തുള്ള സ്വാഭാവികമല്ല. രാഷ്ട്രീയത്തിൽ ഇത് തന്നെ ആയിരിക്കും എന്നാണോ? പൊളിറ്റിക്കൽ സിസ്റ്റമൊക്കെ മാറിയില്ലേ ഇപ്പം. പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വ്യാമോഹിപ്പിക്കലല്ലേ ഇപ്പം. പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ രീതിയിലാണ്. കാരണം തരാം എന്ന് പറയുമ്പോഴത്തേക്കും ജനങ്ങൾ ഇന്ന് കിട്ടുന്ന ആളെ കിട്ടുമെന്ന് പറഞ്ഞിങ്ങനെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു രീതിയാണോ ഇപ്പോൾ പൊളിറ്റിക്സിൽ? പിന്നെ അല്ലേ, നമ്മൾ ശരിക്കും കാണുമ്പോൾ അറിയാം. നമ്മൾ പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിലിട്ടേക്കണ ഒരു ലഡ്ഡു വളിച്ചതാണോ പുളിച്ചതാണെന്ന് അറിയണേ അതിലെത്തി തിന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അത് നോക്കിയിട്ട് ലഡ്ഡിൻ്റെ ഭംഗി കണ്ടിട്ട് അതിൻ്റെ രുചി പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ. CPIൻ്റെ നേതാക്കൾ തന്നെ പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിയോട് ഒഴിഞ്ഞു പോകാൻ. ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? CPIയുടെ നേതാക്കളോട് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു. CPI നേതാക്കൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞിരിക്കുകയാണ് ഒഴിഞ്ഞു പോകാൻ, മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞു പോകാൻ. അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നിങ്ങൾ മീഡിയക്കാർക്ക് തന്നെ മനസ്സിലാക്കാവുന്ന മെയിനായിട്ടൊരു പോയിന്റ് ഉണ്ട്. അതായത് ധാർഷ്ട്യം. CPIയുടെ നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തെ പറ്റിയാണെങ്കിൽ അത് ഇതിന് മുമ്പാണെങ്കിലും ഇങ്ങനെ ഇപ്പം തന്നെ ആണെങ്കിൽ ഇപ്പം ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു. അതിനകത്താണെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പം വന്നേക്കുന്നത്. ഒരു സീറ്റ് മാത്രമേ കിട്ടുള്ളൂ. കഴിഞ്ഞ വട്ടം അത് കിട്ടിയതാണെങ്കിൽ അത് നിലനിർത്താൻ പോലും സാധിച്ചില്ല. മറുപടി വേറൊരു സീറ്റ് കിട്ടി. പക്ഷേ എന്നാൽ കൂടി അതിനിപ്പോ മുഖ്യമായിട്ടുള്ളത് ആലത്തൂരുള്ള സീറ്റ് കിട്ടിയത് അത് കാര്യം എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ അത് അവരുടെ ഒരു പോരായ്മയായിപ്പോയി. അവർ അവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നുണ്ടെങ്കിൽ അവിടെയും LDFന് ഒരു സീറ്റ് കിട്ടത്തില്ലായിരുന്നു. അതൊരു മെയിനായിട്ടുള്ളൊരു പോയിന്റാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി റിസൈൻ ചെയ്യും എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം എന്ന് പറയുമ്പം കുറച്ച് ശക്തമായിരിക്കണം. ഇപ്പോഴത്തെ ഉള്ള പ്രതിപക്ഷമാണെങ്കിൽ അത്രയ്ക്കും സ്ട്രോങ് അല്ല. അത് പ്രതിപക്ഷം കുറച്ചുകൂടെ സ്ട്രോങ് ആയിരുന്നുണ്ടെങ്കിൽ ഈ 10 വർഷം ഇതിപ്പം രണ്ടാമത്തെ വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ഇതാണെങ്കിൽ അവർക്ക് പൂർത്തീകരിക്കാനുള്ള മുഖ്യമന്ത്രിക്കാണെങ്കിൽ യാതൊരു ഇതില്ലായിരുന്നു. ഒരു സോഴ്സ് പോലും ഇല്ലാത്ത ഒരു ഇതായിരുന്നു. രണ്ടാമത്തെയും 5 വർഷം കഴിഞ്ഞു മറുപടിയും രണ്ടാമതും 5 വർഷവും അത് പൂർത്തീകരിക്കുക എന്നുള്ള അത് ഒരു ഗ്യാരണ്ടി ഇല്ല. ഇപ്പോൾ പെൻഷൻകാരും ഗവൺമെന്റ് ജോലിക്കാരും ഒക്കെ എതിരെ നിൽക്കുകയാണ് മുഖ്യമന്ത്രിക്ക് എന്നാണ് പറയുന്നത്. ഇത് സത്യമാണോ? സത്യമാണെന്ന് വെച്ചാൽ നമുക്ക് അത് എന്നോട് ചോദിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് കുറച്ച് പ്രായമുള്ളവരുടെ അടുത്ത് ഈ വാർദ്ധക്യ പെൻഷൻ മേടിക്കുന്ന ആ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ആർക്കെങ്കിലും പെൻഷൻ എൻ്റെ അമ്മയ്ക്ക് കിട്ടുന്നുണ്ട്. കിട്ടിയായിരുന്നോ? എൻ്റെ അമ്മയ്ക്ക് കിട്ടിയിട്ട് ഇപ്പം 6-7 മാസത്തോളമായി. ഇലക്ഷൻ സമയത്ത് എത്ര മാസത്തെയാണ് കിട്ടിയത്? ഞാനത് തിരക്കാറില്ല. പക്ഷേ ഇപ്പം ഞാൻ കഴിഞ്ഞ ഇതിനകത്ത് ഇപ്പം ന്യൂസിനകത്ത് കണ്ടു ഇങ്ങനെ കിട്ടുന്ന ഒരു വാർത്ത ന്യൂസ് മാത്രം വന്നു. 1 മാസത്തെ പെൻഷൻ ഡിസംബറിൽ മുതലുള്ളത് മുടങ്ങി കിടക്കുന്ന 1 മാസത്തെ പെൻഷൻ ഇങ്ങനെ കൊടുക്കുന്നു. അലൗഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് കൈ കിട്ടിയെങ്കിൽ മാത്രമേ അറിയാൻ പാടുള്ളൂ. ഈ പെൻഷൻകാരൊക്കെ മാറി ചിന്തിച്ചു എന്നാണ് തോന്നുന്നത്. തോന്നുന്നുണ്ടോ അങ്ങനെ വോട്ട് മാറി കുത്തിയതാണ്? തീർച്ചയായിട്ടും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ 5 വർഷം നമുക്കാണെങ്കിൽ അറിയാമല്ലോ. ഈ ഭരണത്തിൽ കയറുന്നതിന് മുമ്പാണ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ പോലും അതിൽ ഏത് പാർട്ടിയെ വന്നതെന്ന് പറഞ്ഞാലും അവർ 100% പ്യുവറായിട്ട് എല്ലാം ക്ലിയർ ചെയ്യുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതിനകത്താണെങ്കിൽ ഒരു 30% മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിയാണെങ്കിൽ 70% ബാലൻസ് ഇങ്ങനെ കിടക്കുകയാണ്. കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ പോലും ഇപ്പോഴും നിലവിലാണെങ്കിൽ കൊടുത്തിട്ടുമില്ല. അതെല്ലാം പെൻഡിങ്ങിലുമാണ്. ഇത് തുടർ ഭരണമാണല്ലോ. ആദ്യത്തെ ഭരണമായിരുന്നോ നല്ലത് അതോ? തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് പറഞ്ഞു കഴിയുമ്പം ആ ഒരു സർക്കാർ UDF സർക്കാരിൻ്റെ ആ ഭരണകാലത്താണെങ്കിൽ ജനകീയ സമ്പർക്കം ഒരു പരിപാടി നടത്തിയതും ഈ ഇപ്പം LDF ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഇതായിട്ട് പറയുന്നില്ല. പക്ഷേ LDF സർക്കാർ പറഞ്ഞതും തമ്മിൽ യോജിച്ച് നോക്കുമ്പോൾ UDFിലാണെങ്കിൽ ആ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്തുള്ള അതേമാതിരിയുള്ള ഒരു ഇത് കൊടുക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ഉള്ള സർക്കാരിനെ കൊണ്ട് പറ്റില്ല.
പക്ഷെ പിണറായി വിജയന്റെ ആദ്യത്തെ ഭരണമായിരുന്നോ നല്ലത് അതോ രണ്ടാമത്തെ ഭരണമാണ്? ആദ്യത്തെ ഇത് ഇപ്പം രണ്ടും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. രണ്ട് ഈവനിൽ തന്നെ മൊത്തം താഴത്തെ നിലയിൽ കിടക്കുന്നതാണ് രണ്ടും. അതെ, അതാണെങ്കിൽ നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല. അതാണെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജനങ്ങൾക്കാണെങ്കിൽ പൊതുവേ ആണെങ്കിൽ മൊത്തത്തിലാണെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഏത് ഒരു പാർട്ടിക്കാർ രാഷ്ട്രീയക്കാർ വന്നാലും അതിനകത്ത് ഈക്വലി ഒരു 100% കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു 70% അവർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ പാലിച്ചിരിക്കണം. ഇത് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞാൽ എന്താ ശരിയായി? ഒന്നും ശരിയായിട്ടില്ല. ആദ്യം ഇപ്പം കഴിഞ്ഞ ദിവസം കൂടിയാണെങ്കിൽ പുള്ളി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറയുകയും ചെയ്തു, ഏതോ ഒരു സഭയിലുള്ള ഒരു അച്ഛനെ പറ്റി ഇങ്ങനെ എന്താ ധാർഷ്ട്യമായിട്ട് പറഞ്ഞു, എല്ലാ വിഭാഗത്തിലും കാണും ഇതേമാതിരിയുള്ള പരനാരികളെന്ന് പറഞ്ഞ്. സോറി, അല്ല അങ്ങനെയാണെന്നോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ന്യൂസ് ഞാൻ കേട്ടായിരുന്നു. അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നായിരുന്നു വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നത് BJP. പക്ഷെ ഇപ്പോൾ സഹമന്ത്രി ആക്കിയിരിക്കുകയാണ്. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് പുള്ളിയാണെങ്കിൽ സുരേഷ് ഗോപി ആണെങ്കിൽ അവിടെ ജയിച്ചെന്ന് പറഞ്ഞാണെങ്കിൽ പുള്ളി അവിടെ നല്ല രീതിയിലാണെങ്കിൽ നല്ല അധ്വാനിച്ച് പുള്ളിയെ പറ്റി ആണെങ്കിൽ നമ്മുടെ കേരളത്തിനെന്നല്ല ടോട്ടലി ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടല്ല, പുള്ളി നല്ലൊരു വ്യക്തിയാണ്. നല്ലൊരു വ്യക്തിയും നല്ലൊരു മനസ്സിന് ഒരു ഉടമസ്ഥനുമാണ്. അതേപോലെ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രതിഫലമാണ് അവിടെ ആണെങ്കിൽ അത്രയും വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള കാര്യം. പുള്ളി അന്നേരം അതിന് മുമ്പേ പറഞ്ഞു, ഞാൻ ജയിക്കുകയാണെങ്കിൽ കൂടിയാണെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കാണെങ്കിൽ കുറേ സിനിമകൾ അഭിനയിക്കണം. ആ സിനിമകൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാവുമ്പോൾ സിനിമകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ശരിയാണോ? പുള്ളി ഇപ്പോഴാണല്ലോ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. പുള്ളിയാണെങ്കിൽ അയാളുടെ ജനിച്ചതിൽ നിന്ന് അയാളുടെ സുരേഷ് ഗോപിയുടെ ഫാദർ തന്നെ ആണെങ്കിൽ സിനിമാ കമ്പനി. പക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാവുമ്പോൾ ജനങ്ങളുടെ ഇതല്ലേ നോക്കേണ്ടത്? അതെ, തീർച്ചയായിട്ടും പുള്ളി അതും നോക്കുന്നുണ്ട്. ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആ പൈസ കൊണ്ടാണ് പുള്ളിയാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടൊന്നുമല്ല അയാൾ ഓരോ ആൾക്കാർക്കും ഓരോ ഇത് കൊടുത്തിരുന്നത്, ഓരോ ധനസഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇയാൾ സിനിമയിൽ നിന്ന് കിട്ടിയ പ്രതിഫലത്തിൻ്റെ ഒരു വിഹിതം മാത്രമാണ് ഇതിൽ കൊടുത്തിരുന്നത്, അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് കിട്ടിയ ഒരു ഇതല്ല കൊടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി വീണ്ടും പറഞ്ഞത്, ഞാനാണെങ്കിൽ ഇനിയും അതിൽ ഞാൻ കുറേ പടങ്ങളിൽ അഭിനയിക്കും, അതിന് കിട്ടുന്നതിൽ ഒരു വിഹിതം ഞാനാണെങ്കിൽ നിർധനരായിട്ടുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ കൊടുക്കും, എന്നെ കാണാൻ വരുന്നവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പ്രവർത്തനം നല്ല അയാളാണെങ്കിൽ ഒരു നല്ലൊരു വ്യക്തി എന്നുള്ള രീതിയിലാണെങ്കിൽ അയാൾ പറഞ്ഞതാണ്. അതിൽ നമുക്കാണെങ്കിൽ അഭിമാനമാണ്. നമുക്ക് നമ്മുടെ കേരളത്തിനാണെങ്കിൽ പിന്നെ BJP ഒരു അക്കൗണ്ട് തുറന്നു പറയുമ്പോൾ മുന്നോട്ടൊരു ഭാവി ഉണ്ടാവും കേരളത്തിൽ എന്ന് പറഞ്ഞാൽ എന്ന് ചിന്തിക്കേണ്ടതാണെങ്കിൽ ഇപ്പം ഇനിയും വരും തലമുറകളാണ്, അവരാണ് മാറ്റി ചിന്തിക്കേണ്ടത്. ഇപ്പം നമ്മുടെ കേരളത്തിനാണെങ്കിൽ മാറിയും തിരിഞ്ഞും മറിഞ്ഞും ഇടതും വലതും മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്തിട്ടാണെങ്കിൽ അവർ ഭരിച്ചിട്ടാണെങ്കിൽ ചിലപ്പം അതിനെക്കാട്ടിലും കൂടുതൽ ഇവരെ കൊണ്ട് പറ്റാൻ സാധിക്കൂ എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ അവർക്ക് വോട്ട് ചെയ്യട്ടെ, അവർ ജയിക്കട്ടെ, അവരാണെങ്കിൽ ഭരിക്കട്ടെ. അത്രയാണ്. താങ്ക് യു സോ മച്ച്. മുഖ്യമന്ത്രി ഒഴിഞ്ഞു പോകണം എന്ന്, അത് നടക്കുമോ? സാധ്യതയില്ല. കാരണം CPI ഘടകകക്ഷിൻ്റെ അഭിപ്രായമല്ല, അത് പാർട്ടി തീരുമാനിക്കും. എന്നാലും അങ്ങനെ പറയാൻ എന്തായിരിക്കും കാരണം? പറഞ്ഞു ഇപ്പോൾ പത്രങ്ങൾ മാധ്യമങ്ങൾ പറയുന്നില്ല, പറഞ്ഞായിട്ട് അങ്ങനെയില്ല, ആധികാരികമായിട്ട് പറഞ്ഞില്ലല്ലോ. പത്രങ്ങൾ പറയുന്നല്ലേ, മാധ്യമങ്ങൾ പറയുന്നത് കൊണ്ട് മാത്രമാണോ, അല്ലാണ്ട് ജനങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല എന്നാണോ? ജനങ്ങൾക്ക് അഭിപ്രായം തോന്നുന്നില്ല. ഇല്ല, ഉറപ്പാണ്. ഇപ്പൊ തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി എന്നാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തെ സഹമന്ത്രിയാക്കിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ജനങ്ങളെ ചതിക്കുകയല്ലേ ഇത് ചെയ്തത്? പ്രചാരണത്തിൽ പറഞ്ഞു കേന്ദ്രമന്ത്രിയാക്കുമെന്ന്, പക്ഷെ ഇപ്പോൾ സഹമന്ത്രിയാക്കി മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ്, പക്ഷെ അങ്ങനെ ഒരു മന്ത്രിയാക്കുന്നതേ പറഞ്ഞിട്ടുള്ളൂ, അത് സഹമന്ത്രി. പോസ്റ്ററുകളൊക്കെ അടിച്ചത് കേന്ദ്രമന്ത്രി എന്ന. ശരിയാണ്, അത് പിന്നെ BJP പറയേണ്ട അഭിപ്രായം, നമുക്ക് അഭിപ്രായമില്ല. അങ്ങനെ അവിടെ പറഞ്ഞു ജനം എന്ന രീതിയിൽ പറഞ്ഞെങ്കിൽ അയാൾ വഞ്ചന തന്നെ.
വന്നത് അല്ല ഞാൻ പറയുന്നില്ല, ഞാൻ രാജേട്ടൻ പറയുന്നത് അല്ല പറഞ്ഞോളൂ. അല്ല, കേന്ദ്രമന്ത്രി എന്നുള്ള തരത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പോസ്റ്ററൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായും പ്രചാരണം ആ അങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിൽ നടത്തിയത്. അങ്ങനെയാണ് വന്നത്. അത് വിശ്വസിച്ചിട്ടാവില്ലേ ജനങ്ങൾ വോട്ട് ചെയ്തത്? തീർച്ചയായും അപ്പോൾ ജനങ്ങളോട് ചെയ്ത ഒരു ചതിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ വഞ്ചനയാണ്. ഇലക്ഷൻ കാലത്ത് അങ്ങനത്തെ പ്രചരണങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായും അത് പരിഗണിക്കണമല്ലോ. ആ ഒരു ജനഹിതം അതാണെങ്കിൽ അത് പരിഗണിക്കണം. ഇനി BJPക്ക് ഒരു കേരളത്തില് ഭാവി ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ? അതിനെക്കുറിച്ച് ഒന്നും പറ്റും. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെക്കുറിച്ച് നമുക്കൊരു അങ്ങനെ കണക്കാക്കാൻ കഴിയില്ല. കാരണം അവർ അടുത്ത ഇലക്ഷൻ എന്താണ് തീരുമാനിക്കുക എന്ന് പോലും പറയുന്നില്ല. അങ്ങനെ നമ്മൾ നേമത്തൊക്കെ നേരത്തെ രാജഗോപാൽ ജയിച്ച ഒരു സ്ഥലം പിന്നീട് നിലനിർത്താൻ BJPക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ട്രെൻഡിൽ ഒരു പക്ഷേ വന്നതാണ്. സുരേഷ് ഗോപിക്ക് കിട്ടിയത് വ്യക്തിപരമായിട്ടുള്ള വോട്ടാണെന്നാണോ പറയുന്നത്? ആവാം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പാർട്ടിപരമായിട്ടുള്ള വോട്ടൊന്നും അല്ലായിരിക്കുമെന്നാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അവിടെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും BJPക്ക് ധാരാളം വോട്ടുകൾ ഉള്ളതായിട്ട് കാണുന്നുണ്ടല്ലോ പല മണ്ഡലങ്ങളിലും. ഇന്ത്യയിൽ കൂടുതലും BJPക്ക് ഭൂരിപക്ഷം കുറയുകയാണ് ചെയ്തത് കഴിഞ്ഞ തവണത്തെ. തീർച്ചയായും അവർ ഉദ്ദേശിച്ച തലത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടായിരിക്കും? ജനങ്ങൾ മാറ്റി ചിന്തിക്കുകയാണോ? ഉറപ്പല്ലേ മാറി ചിന്തിക്കുന്നതാണെന്നുള്ള സംശയമില്ലല്ലോ. മോദിക്ക് വരെ ഇപ്പൊ ഭൂരിപക്ഷം കുറഞ്ഞിരിക്കുകയാണ്. അതേപക്ഷം രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം കൂടിയിരിക്കുകയാണ്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ജനങ്ങളെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ആളുകളെ ജനം തിരഞ്ഞെടുക്കും. അതാണ് ഇതിൽ. അപ്പൊ മോദിക്ക് ഇനി അങ്ങോട്ട് ഒരു ഭാവി ഇനിയും അടുത്ത ഇലക്ഷനിൽ വരും എന്ന് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഉള്ള ഇതിന് ഏത് ജനങ്ങളുടെ അംഗീകാരം ഉണ്ടാവും. ജനകീയ പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ വിലക്കയറ്റം, പിന്നെ ഗ്യാസ് വില വർധനവ്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്, സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ പരിഹാരമില്ലാത്ത കാലത്തോളം ഇവിടുത്തെ ഇന്ത്യയിലെ ഏറ്റവും പാവപ്പെട്ട ഗ്രാമീണ ജനങ്ങളെ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അത് ഇല്ലെങ്കിൽ പ്രശ്നം തന്നെയാണ്. ജനങ്ങൾ തിരിച്ചടിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇപ്പോൾ CPI പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിയോട് രാജിവെക്കണമെന്ന്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിലെല്ലാം തർക്കമില്ലാത്ത കാര്യമില്ലേ, രാജിവെച്ച് പണ്ടേ പോകണ്ടപ്പോൾ. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇതുപോലെ ഉള്ളൊരു മരണം പിന്നെ ഈ അടുത്ത കാലത്തൊന്നും ഈ ഇന്ത്യ വേറൊരു സ്റ്റേറ്റിലും കാണില്ല എനിക്ക്. അപ്പോൾ ഇപ്പോഴത്തെ ഭരണം ഇഷ്ടമായില്ല എന്നാണോ പറയുന്നത്? ഇഷ്ടമല്ലെന്നുള്ള തർക്കം എന്തായിരിക്കും? അപ്പോൾ CPI പറയുന്നത് ശരിയാണോ? ഒഴിഞ്ഞു പോകണമെന്ന് പറയുന്നത് അവർ മാത്രമല്ല, എല്ലാവരും പറയുന്നു, ജനം മൊത്തം പറയുന്നുണ്ട്. ഈ പെൻഷൻകാരെയും സർക്കാർ ജീവനക്കാരെയും ഒക്കെ വെറുപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നു. സത്യമാണോ? വെറുപ്പിക്കാണ്ട് അത് പറച്ചിൽ മാത്രമല്ലോ, ശരിയല്ലേ? എല്ലാ കാര്യത്തിലും ഉണ്ട്. പെൻഷനൊന്നും കൊടുത്തില്ലെങ്കിലും അല്ലാതെ നടത്തേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തി പോകണ്ടേ? അതുപോലും ഇല്ലല്ലോ. പെൻഷനൊന്നും കൊടുത്തില്ല, പക്ഷെ ക്ലിഫ് ഹൗസ് ഒക്കെ പുതുക്കി പണിഞ്ഞു. അത് കൊണ്ടോട്ടെ. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ജനങ്ങൾക്ക് പൈസ ഇല്ല, മുഖ്യമന്ത്രി ധൂർത്തടിക്കുന്നു. അത് പണിതതിൻ്റെ ഭാഗമായിട്ട് ഈ ഇലക്ഷനിലൊക്കെ കണ്ടില്ലേ? ഇപ്രാവശ്യത്തെ ഇലക്ഷൻ വന്നപ്പോൾ കണ്ടില്ലേ? ഇനി അതിലും ഗതികേടായിട്ട് വരും. അത്രേ പറയാനുള്ളൂ. LDFന് വോട്ട് കുറഞ്ഞത് പറയുന്നത് EP ജയരാജൻ BJPയെ കണ്ടു എന്ന കാരണത്താലാണെന്ന് പറയുന്നു. അതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടീസ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞു അവരൊക്കെ ഓരോ ആരോപണമൊക്കെ. അതിൻ്റെ പുറകെല്ലാം അഭിപ്രായം പറയണം നമുക്കായിരിക്കും. മുഖ്യമന്ത്രി രാജിവെക്കുമെന്ന് തോന്നുന്നുണ്ടോ? എവിടെ? അതിനൊന്നും ഒരു സാധ്യതയില്ല. രാജിവെപ്പിക്കുവോ ജനങ്ങൾ? പണ്ടൊക്കെ രാഷ്ട്രീയ പാർട്ടിയുള്ള ഒരു പരാമർശം ഉണ്ടായ രാജിവെക്കുമെന്ന്. അതെ, 2004 AK ആന്റണി രാജിവെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല, എങ്ങും ഇല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല മാന്യതയും ധാർമ്മികതയും ഒന്നും. പിന്നെ നമ്മളതൊക്കെ എന്തിനാ പറയണേ? അപ്പോൾ പിണറായി വിജയൻ എന്തായാലും രാജിവെക്കില്ല എന്നാണ്. CPMന് ഇനി ഒരു ഭാവി ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ? CPM ബംഗാളും ത്രിപുരയിലൊക്കെ കണ്ടില്ലേ? കേരളത്തിൽ ഇനി ഒരു ഭാവി ഉണ്ടാവും എന്ന് തോന്നുന്നു. ആ അവസ്ഥയിലേക്ക് വരണം, വന്നേ പറ്റും. CPM ഫുള്ളായിട്ട് പോകുമെന്നാണോ? പോണമല്ലോ. ആ മുഖ്യമന്ത്രി കാരണം ആ മുഖ്യമന്ത്രി കാരണം ആ പ്രസ്ഥാനം തന്നെ ഇല്ലാതെയായി എന്ന് പറയാൻ പറ്റുമോ? ഒരൊറ്റ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ച ആ വ്യക്തി ആ പാർട്ടിയെ നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ തർക്കമല്ലോ. അങ്ങനെയല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയൊക്കെ മതി. അല്ല, തൃശ്ശൂരിലെ കാര്യം പറയാം.
തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നാണ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സുരേഷ് ഗോപിയെ സഹമന്ത്രി ആക്കിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ജനങ്ങളെ പറ്റിക്കലല്ലേ ഇത്? എങ്ങനെ കേന്ദ്രമന്ത്രിയെ വാഗ്ദാനം ചെയ്തിട്ടാണ് പ്രചാരണങ്ങൾ നടത്തിയത്. കേന്ദ്രമന്ത്രിയല്ലേ പുള്ളി? സഹമന്ത്രിയാക്കി മതിയല്ലോ, മന്ത്രിസ്ഥാനം കിട്ടിയാൽ പോരെ. എന്നാലും അദ്ദേഹത്തിന് എന്താ കേന്ദ്രമന്ത്രിയുടെ പദവി വഹിക്കാനുള്ള? അയാള് ഫസ്റ്റ് MP അല്ലേ, കുറച്ച് പാർലമെന്റ് എക്സ്പീരിയൻസ് ഒക്കെ വരട്ടെ, എന്നിട്ട് ക്യാബിനറ്റിലേക്കൊക്കെ ഇരുന്നാൽ മതി. ഇനി BJPക്ക് ഒരു കേരളത്തിൽ ഭാവി ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ? ഇനിയും കയറി വരും BJP എന്ന് തോന്നുന്നുണ്ടോ? അത് അവരുടെ ഇനിയുള്ള പ്രവർത്തനം പോലെ ഇരിക്കും. ഏത് പാർട്ടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ? അങ്ങനെ പ്രത്യേകിച്ച് ഒരു പാർട്ടിയും സപ്പോർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ.